നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലേ? ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഒക്കെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടിയിട്ടുണ്ടാവില്ല, നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതേസമയം ഒട്ടും പ്രാർത്ഥിക്കാത്ത ചിലർ ഇതേ കാര്യം നേടിയെടുത്തിട്ടും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാ? അപ്പോൾ നമ്മൾക്ക് ഈ ലക്ഷ്യം നേടാൻ പറ്റാതെ പോയത് നമ്മുടെ പ്രാർത്ഥനേൻ്റെ കുറവ് കൊണ്ടല്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. കാരണം മറ്റേ ആൾ ഇത് നേടിയത് പ്രാർത്ഥന കൊണ്ടല്ല. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ കാര്യം? ഇതിൻ്റെ ഉത്തരം ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിൻ്റെ 8-ാം ശ്ലോകം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, വിഹിതമായ കർമ്മങ്ങൾ ചെയ്യുക, കാരണം കർമ്മം അകർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്. അതുപോലെ ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 47-ാമത് ശ്ലോകം പറയുന്നത്, ഫലത്തിൽ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്, എന്നാൽ കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. ഈ 2 കാര്യങ്ങളും കൂടെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ കർമ്മങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ്. അതായത് നമ്മൾക്ക് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. എല്ലാം പ്രവർത്തിച്ചു കൊണ്ടായിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ പോലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടായിരിക്കുന്നത്. അതായത് കർമ്മങ്ങൾ ചെയ്യാതെ നമ്മൾക്ക് ശരീരം പോലും നിലനിർത്താൻ കഴിയില്ല. നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഉചിതവും ധാർമ്മികവുമായ പ്രവൃത്തികൾ ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് തുല്യം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അവിടെ ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഒരുപടി മുകളിലാണ് കർമ്മത്തിൻ്റെ സ്ഥാനം. നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഈ ഊർജം ഈശ്വരൻ തന്നെയാണ്. ആ ഊർജത്തിനെ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നത് ഈശ്വരനെ പൂജിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഈശ്വരനെ വെറുതെ ഇരുന്ന് പൂജിക്കുന്നതിനേക്കാൾ ഈശ്വരൻ എപ്പോഴും ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കുന്നതിലാണ്. പ്രാർത്ഥിക്കാതെ ഇരുന്ന് അയാളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നേരായ രീതിയിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് വിജയം കിട്ടുന്നത് ഒരത്ഭുതമായിട്ട് നമ്മൾ കാണണ്ട. ഒരാൾ അയാളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശരിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കതിനുള്ള കർമ്മഫലം ഉണ്ടാകുമെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതിന് തീർച്ചയായും ഫലം ഉണ്ടായിരിക്കും. ഭഗവാനെ മറ്റൊരാളായി കണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇതുകൊണ്ടാണ് ഇത്തരക്കാർ ഭഗവാന് പ്രിയപ്പെട്ടവരാകുന്നത്. 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 47-ാമത് ശ്ലോകത്തിൽ പറയുന്നത്, ഫലത്തിൽ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്, എന്നാൽ കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. അതായത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം തന്നെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. എന്താവും, നേടാൻ പറ്റുമോ ഇല്ലയോ, ജയിക്കുമോ തോക്കുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ. ഫലം എന്തോ ആവട്ടെ, എന്നാൽ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് വെച്ച് കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. നമ്മളൊരു ലക്ഷ്യത്തിനോ ആഗ്രഹത്തിനോ വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങുമ്പം തന്നെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠപ്പെട്ടാൽ നമ്മളുടെ പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതാവുകയും അവിടെ ഒരു തോൽക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നാൽ ഉത്കണ്ഠ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് അസ്വസ്ഥമാകാതെ ശാന്തമായിരിക്കും. അങ്ങനെ ശാന്തമായ മനസ്സ് പ്രവൃത്തിയിൽ പൂർണ്ണമായും നമുക്ക് കേന്ദ്രീകരിക്കാനും അതുവഴി നമ്മൾക്ക് എളുപ്പത്തിൽ വിജയം നേടിയെടുക്കാനും പറ്റും. അതുകൊണ്ട് നമ്മൾ ഏതൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് എന്തായാലും നമ്മളുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം അവിടെ ഉറപ്പായും കിട്ടുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ വേണം നമ്മൾ പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ. നമ്മുടെ ധർമ്മം ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ സ്വന്തം കർമ്മങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക എന്നതാണ്. അങ്ങനെയുള്ളവരെ ഭഗവാനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയവും ഉണ്ടാവും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടതല്ല, പ്രവൃത്തിയോടൊപ്പം പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ കൂടെ ഭഗവാനെ നിർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെറും പ്രാർത്ഥന മാത്രമല്ല, അവിടെ ഉചിതമായ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഉചിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ ഭഗവാൻ വരികയും ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ തീർച്ചയായും വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും.